ചില ആഴ്ചകൾക്ക് മുമ്പ് തുടങ്ങിയ യാക്കോബിന്റെ ലേഖനത്തിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് പകൽക്കാലം ഞാൻ ക്ഷണിക്കുകയാണ്. We started a new series from the book of James several weeks back, and we're going to continue that, and I invite you to turn your attention to the book of James this morning. യാക്കോബിന്റെ ലേഖനത്തിൽ നാം ചിന്തിച്ചത് ദൈവമക്കൾക്ക് വരുന്നതായ പരിശോധനകളെ കുറിച്ചാണ്. And we started off by meditating and thinking about the trials that come to a child of God. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് അനുദിനമായ ജീവിതത്തില് അനവധി പരിശോധനകൾ കടന്നു വരുന്നുണ്ട്. In our lives, in our day-to-day lives, there are many trials that come our way. അതിന് പലതിന്റെയും മധ്യത്തില് നാം നിരാശപ്പെടാറുണ്ട്, ദുഃഖിക്കാറുണ്ട്, പരാതി പറയാറുണ്ട്, പ്രയാസപ്പെടാറുണ്ട്. And many times in front of those trials or in the midst of those trials, we become very disappointed, sad, and oftentimes we complain and grumble. അതൊക്കെ നമ്മുടെ മാനുഷികമായ ജീവിതത്തിന്റെ ഭാഗമാണ്. These are all reactions or responses due to our natural life or living in our humanity. എന്നാൽ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു അതിന്റെ മധ്യത്തിൽ നാം സന്തോഷിക്കണം. But in James says here, in the midst of our trials, we must consider it all joy. പ്രയാസമുള്ള കാര്യമാണെങ്കിലും സന്തോഷിക്കണമെന്നാണ് പറയുന്നത്. And even though that is a difficult thing to do, he's saying we must consider joy. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ The reason because of is ആ പരിശോധനകളിൽ നാം സന്തോഷിച്ച് മുമ്പോട്ട് പോകുമ്പോൾ as we move forward in those trials with joy, ചില കാര്യങ്ങൾ നമുക്ക് സാധിച്ചെടുക്കുവാൻ കഴിയുന്നു. there are several things that we can understand from that. ഒന്ന്, നമുക്ക് സ്ഥിരത ലഭിക്കുന്നു. Number one, we receive the perseverance. ആമേൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രിസ്തീയ ജീവിതത്തിൽ. That is an important thing in our Christian life. രണ്ട്, തികഞ്ഞവരാകുന്നു. Next, we become perfect. മൂന്ന്, നമ്മൾ സമ്പൂർണരാകുന്നു. Next, we become complete. അടുത്ത വാക്യം പറയുന്നു നമ്മൾ ഒന്നിലും കുറവില്ലാത്തവരായി തീരുന്നു. And the end of verse 4, James chapter 1 says he lacks nothing. അത് അക്ഷരാർത്ഥത്തിൽ എടുത്താൽ അത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. And when we think about this in our mind, it's hard to understand. ആ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ഒരു ജീവിതം എങ്ങനെയാണ് ഒന്നിലും കുറവില്ലാത്തവരായി തീരുന്നത്? How can an individual who is going through trials lack nothing? ആമേൻ, പ്രൈസ് ഗോഡ്. അത് ആത്മീയ അനുഭവത്തോടുള്ള ബന്ധത്തിൽ നാം നോക്കിയെങ്കിലേ അത് മനസ്സിലാകും. That lack that is referring to is in reference to the spiritual life. കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നത് കൊണ്ട് നാളെ മുതൽ നമുക്ക് രോഗമില്ല, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു, ജോലിയുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു, ഒന്നിലും കുറവില്ലാത്ത ഒരാളായി നടക്കുമെന്നല്ല അവിടെ പറയുന്നത്. It's not saying that after you go through trials that there will be no difficulties, no financial lack, no sickness, no other difficulties that come in your life. That's not what this verse is saying. എന്നാൽ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിൽ ഒന്നിലും കുറവ് വരാത്ത തരത്തിൽ നടത്തുമെന്നാണ് പറയുന്നത്. But the God who has allowed the trials in our life, He knows what all we need in the midst of that, and we will lack nothing that in which He needs to give to us. എൻ്റെ അപ്പച്ചനെ ചെന്ന് എനിക്ക് പഠിപ്പിക്കേണ്ട കാര്യമില്ല എനിക്ക് എന്തു വേണമെന്ന്. I don't need to teach my father what I need in my life. എൻ്റെ ജീവിതത്തിൽ വേണ്ടുന്നതെല്ലാം നൽകി തരുവാൻ കഴിവുള്ളവനായ ഒരു പിതാവാണ്. I have a father who is able to give me all that I need in my spiritual life. അതുകൊണ്ട് കഷ്ടതയുടെ മധ്യത്തിൽ എന്നെ ധൈര്യപ്പെടുത്തുന്നത്. And so I am encouraged in the midst of my trial. എന്നെ ഒന്നിലും കുറവില്ലാതെ നടത്തുവാൻ. Because He can lead me without lacking anything. അതല്ലേ നമ്മൾ ഇവിടെ ചേർന്ന് പാടിയത്? Isn't that what we sang this morning? എന്റെ യേശു ജീവിക്കുന്നത് കൊണ്ട്. Because my Jesus lives. കഷ്ടതയുടെ മധ്യത്തിൽ, in the midst of trial, ഭയം വരുമ്പോൾ, when the fear comes, രോഗം വരുമ്പോൾ, when sickness comes, മറ്റുള്ളവർ കൈവടിയുമ്പോൾ, when everyone lets go, എനിക്ക് ജീവിക്കുവാൻ ഒരു ആഗ്രഹമുണ്ട്. I still can live forward. കാരണം എന്തെന്ന് വെച്ചാൽ യേശു ജീവിക്കുന്നു. Because my Jesus lives. ആ വിശ്വാസമാണ് നമ്മളെ ഒന്നിലും കുറവില്ലാത്തവരായി നിർത്തുന്നത്. It is that kind of faith that is leading us to where we lack nothing spiritually. ഒന്നുകൂടെ പറഞ്ഞാൽ, let me say one more time. ആമേൻ. അരുമനാഥനായ യേശുവിനോട് കൂടെ ചേർന്ന്, amen, to be joined with our beloved Master Jesus. എൻ്റെ പ്രാണപ്രിയനായ കർത്താവിനോട് ചേർന്ന്, to be joined with my beloved Lord
Lord Jesus. കൈപിടിച്ച് നടക്കുന്നിടത്തോളം കാലം As long as he's holding my hand and walking with me, എന്ത് കഷ്ടത വന്നാലും whatever troubles come my way, ഞാൻ ഒരു കുറവില്ലാത്തവനായി നടക്കും. I am still living a life with lacking nothing. കാരണം എന്റെ കർത്താവിന് കുറവ് വന്നിട്ടില്ല. Because there is nothing lacking in my Lord. ഹല്ലേലൂയ. Amen. അതാ സമ്പൂർണ്ണതയിലേക്ക് നമ്മളെ നടത്തുന്നത്. That's what it means to lead us in a life where we lack nothing. പ്രൈസ് ഗോഡ്. 139 സങ്കീർത്തനം 5 വാക്യം നമുക്കൊന്ന് വായിക്കാം. Amen. Let's read Psalms 139:5. 139 verse 5. നീ മുമ്പും പിമ്പും എന്നെ അടച്ചു. You have closed my way in the front and in the back. നിന്റെ കൈ എന്റെ മേൽ And ഭാരമായിരിക്കുന്നു. you laid your hand heavy upon me. Oh, പ്രൈസ് ഗോഡ്. praise God. സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുക, This is the words of Psalmist David saying, ഞാൻ മുമ്പോട്ട് പോകുന്ന വഴി നീ അടച്ചു, പിന്നോട്ട് പോകാനൊക്കത്തില്ല, അവിടെ നീ അടച്ചു. മാത്രമല്ല നിന്റെ കയ്യ്, യഹോവയുടെ കയ്യ് എന്റെ മേൽ ഭാരമായിരിക്കുന്നു. Amen. I tried to move forward, but that way was closed. I can't go back. You closed that way. Not only that, while I'm stuck there, your hand has come heavy upon me. ഇത്രമാത്രം പ്രയാസത്തിൽ കൂടെ പോവുക. And he's going, look, imagine the depth of his struggle that he's going through at this ദൈവം time. അനുവദിച്ചിരിക്കുന്ന ആ വിഷയത്തിൽ താൻ ബുദ്ധിമുട്ടുകയാണ്. He is struggling in the midst of that trial that God has allowed. എന്ന അടുത്ത വാക്യം എന്താ But പറയുന്നത്? look at what the next verse says, verse 6. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. Such knowledge is too wonderful for me. എന്താ ഈ പരിജ്ഞാനം? What is this knowledge or wisdom that he's talking about? ഈ വഴി മുമ്പിലും പിമ്പിലും അടച്ചത് ദൈവമാണ്. ദൈവത്തിന്റെ കൈയാണ് എന്റെ മേൽ ഭാരമായിരിക്കുന്നത് എന്നുള്ള പരിജ്ഞാനം. All the wisdom or the knowledge or understanding that my way is closed because God has allowed it and God's hand is the one that's heavy on me. ആമേൻ. ജീവിതത്തിലെ കഷ്ടങ്ങൾ വരുമ്പോൾ When the trials and struggles come, അത് നമ്മുടെ ഫാമിലി അല്ല നമുക്ക് ഉണ്ടാക്കുന്നത്. that's not our family members that are അത് causing നമ്മുടെ that. കൂട്ടു സഹോദരങ്ങളല്ല. That's not our co-believers that are causing that. പലതിന്റെയും കാരണം ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ വെച്ചിരിക്കുന്നതാണ്. In many of the reasons is because the hand of God is behind that. അത് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, When we understand that, ഞാൻ ഈ കടന്നു പോകുന്നത് ദൈവം വെച്ചിരിക്കുന്നത് കൊണ്ട്, how that what I'm going through is allowed and divinely ordained by God. ആ പരിജ്ഞാനം Oh, അത്യത്ഭുതമാകുന്നു. that kind of knowledge and wisdom is too wonderful. ആമേൻ. പ്രൈസ് ഗോഡ്. അത്ഭുതം നമുക്കുണ്ട്, എന്നാൽ ഇവിടെ അത് അത്യത്ഭുതം എന്നാ പറയുന്നത്. Normally we say it's wonderful, but this is extraordinarily wonderful is the word that's used there. അതുകൊണ്ടാ യാക്കോബ് അപ്പോസ്തലൻ 1:5 വരുന്നത് പറയുന്നത്. That's why when James comes in chapter 1 verse 5, he says like this. നിങ്ങൾ പരിശോധനയിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തോട് ജ്ഞാനം When ചോദിക്കണം. you go through trials, you need to ask God for the ദൈവം wisdom. ഔദാര്യമായി തരുന്ന ദൈവമാണ്. And he's a God that gives that liberally. അവൻ അത് ചോദിച്ചാൽ നിങ്ങളെ ഭത്സിക്കയില്ല. When you ask him for that, he will not rebuke you. ഈ ജ്ഞാനമുണ്ടെങ്കിലേ കഷ്ടതയുടെ മധ്യത്തിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. Only if we have this understanding or wisdom can we stand in the midst of trials. ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. Otherwise, we will fail in those trials. ആമേൻ. കഷ്ടതയുടെ ഞാൻ അത് വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിക്കുവാനിടയായി. As I was reading that, I began to think like this. ആമേൻ. പലരുടെയും ജീവിതത്തിന്റെ ഈ ട്രയൽസിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ, When we understand the trials in many individuals' lives, ദൈവത്തിന്റെ ആമേൻ ആ പണിപ്പുരയിൽ, കഷ്ടതയുടെ പണിപ്പുരയിൽ പണിയപ്പെടാത്ത ഒരു വിശ്വാസിയെയും ദൈവത്തിന് ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കുവാൻ കഴിയില്ല. no individual who has not gone through the trials and has been built up in the workshop of God can be used effectively for him. Oh, thank God, some people are going through a workshop ൽ കൂടെ ചിലർ ഈ ദിവസങ്ങളിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ കരം കൊണ്ട് ആമേൻ ചിലതിനെ അടിച്ച് ആമേൻ ഹല്ലേലൂയ പരിവപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഭാരപ്പെടേണ്ട. ദൈവത്തിന്റെ പദ്ധതിയില് ഹല്ലേലൂയ പണിപ്പുരയിലുള്ള പണിയാണ്. അത് സമ്പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ, അത് ഹല്ലേലൂയ തികഞ്ഞവരാക്കുവാൻ, ഒന്നിലും കുറവില്ലാത്തവരാക്കുവാൻ ദൈവം നടക്കുന്ന പണിക്കായി ഞാൻ ദൈവത്തെ I സ്തുതിക്കുന്നു. thank God for the individuals that are going through the workshop of God, where God is using his hand to hammer you down, and for that purpose
Amen. You don't need to be discouraged. You don't need to be disappointed. Amen. He is working on you to lead you to a place of perfection, to lead you to a place of completion. And He is going to do that work in you. And I praise God for that. പരിശുദ്ധാത്മാവ് വ്യക്തമായി ചിലരോട് ദൂത് This പറയുന്നു. morning, the Spirit of God is giving the prophetic word to some individuals. ജീവിതത്തിന്റെ കഷ്ടതകളില് In the midst of the struggles in your ദൈവം life, അനുവദിച്ചിരിക്കുന്ന പരിശോധനയില് the trials that God has allowed in your ഈ life, ദിവസങ്ങളിൽ കൂടുതലായി മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ, these days you must bend your knees in prayer and spend time in God's presence ദൈവത്തോട് ഈ ദിവസങ്ങളിൽ ചോദിച്ചുകൊണ്ട് and asking the Lord, ആമേൻ, മനുഷ്യരോടല്ല, not to God. ഈ യോബിന്റെ സഹോദരൻ ആമേൻ കൂട്ടുകാര് ആമേൻ അഭിപ്രായങ്ങൾ ധാരാളം കൊടുത്തു. Oh, Job's amen friends gave him so many opinions, എന്നാൽ അതൊന്നും യോബിന്റെ കഷ്ടതയിൽ ഉപകാരമായില്ല. but none of that was useful for the effectiveness in the struggle of Job. എന്നാൽ എന്റെ വീണ്ടെടുപ്പുകാരനെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനം But when അവനുണ്ടായിരുന്നു. he had a revelation or a wisdom concerning his Redeemer, ഈ ദിവസങ്ങളില് മുട്ടുമടക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തോട് ചോദിക്കുവാൻ ആത്മാവ് ബുദ്ധി this ഉപദേശിക്കുന്നു. morning the Spirit of Amen. God is giving the direction to some of you, saying you must take time to pray in the midst of your trials. 6, 7, 8 വാക്യങ്ങളില് Look at verse 6 and 7. അപ്പോസ്തലൻ അടുത്ത കാര്യം പറയുക. Now the Apostle James says the next thing. പരിശോധനകൾ വരുമ്പോൾ When the trials come, നമുക്ക് സംശയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. at that point we should not be doubting. അതാ നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രയാസം. That's what is very difficult. എന്നിട്ട് അതിന്റെ സംശയങ്ങള് പറഞ്ഞിട്ട് പറയാണ്, നിങ്ങൾ പിന്നെ 6 വാക്യം സംശയിക്കാതെ ചോദിക്കണം, ഇങ്ങനെയുള്ള മനുഷ്യന് സംശയിക്കുകയാണെങ്കിൽ ആടി ഉലയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് 8 വാക്യം പറയുന്നു, സംശയിക്കുന്ന മനുഷ്യൻ, ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെ അസ്ഥിരനാണ്. It says there, the one who's doubting is like a wave that is tossed by the wind of the sea, wave of the sea that is tossed by the wind. And then he says he should not think he will receive anything from God. But look at verse 8. Such a person is double-minded man and unstable in all his ways. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൂത് ഇരുമനസ്സിനെ കുറിച്ച് This സംസാരിക്കുക. morning the Spirit of God has given me the inspiration to speak to you concerning double-mindedness. എന്താണ് അവിശ്വാസവും ഇരുമനസ്സും തമ്മിലുള്ള വ്യത്യാസം? What is the difference between unbelief and double-mindedness? നമ്മൾ ചിലപ്പോഴൊക്കെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി പോകാം. Oftentimes we kind of conflate the two together. അവിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയമില്ലായ്മ. The unbelief simply means not having a trust in God. ദൈവം എനിക്കിത് ചെയ്തു തരും, അല്ലെങ്കിൽ ദൈവത്തിലുള്ള ആശ്രയമില്ലായ്മയാണ് അവിശ്വാസം. Unbelief is not trusting in God, that God will do what He says He will do. ദൈവത്തിന്റെ കരുണയെ തള്ളിക്കളയുന്നതാണ് അവിശ്വാസം. Unbelief is denying the mercy of God. ആമേൻ. ദൈവത്തിന്റെ കരുതലിനെ മറക്കുന്നതാണ് അവിശ്വാസം. Unbelief is forgetting the provisions of God. പക്ഷെ ഡബിൾ മൈൻഡഡ് അല്ലെങ്കിൽ ഇരുമനസ് അതല്ല. But double-mindedness is not that. ഒരു സമയത്ത് ദൈവത്തിൽ ആശ്രയിക്കും, അപ്പൊ തന്നെ അടുത്ത ദിവസം ലോകത്തിൽ ആശ്രയിക്കും. Amen. And the double-mindedness is at one side they are trusting in God, but at the same time or the next day they are trusting in the world. ഞായറാഴ്ച ദൈവത്തിൽ ആശ്രയിക്കുന്നു, Sunday morning we trust in God. മൺഡേ മോർണിംഗിൽ ലോകത്തിൽ ആശ്രയിക്കുന്നു. Monday morning we're trusting back in the world. ആമേൻ. ഇന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നു. Today we trust in God. ഇവിടുന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് മനുഷ്യനിൽ ആശ്രയിക്കുന്നു. Amen. Once we leave this place, we're trusting back on man. ആമേൻ. ഒരു സ്ഥലത്ത് ദൈവത്തിന്റെ കാര്യത്തിന് പ്രാധാന്യം On കൊടുക്കുന്നു, one side we give such importance to the things of God. മറ്റൊരു സമയത്ത് സഭയുടെ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. But then we give importance to many other things. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഇവിടെയും ഇതാ രണ്ട് മനസ്സ്. Double-mindedness is moving from here to there, back to here to there. നമ്മൾ വിചാരിക്കും അത് നമുക്ക് ഒന്നും വലിയ കുഴപ്പമുള്ള വിഷയമല്ല. And we may hear that and think, well, we don't have that problem. ഞാൻ എന്നെ തന്നെ ഒന്ന് സ്വയശോധന I ചെയ്യാം. begin to examine myself. You may be better than me. നിങ്ങൾ അതിനേക്കാൾ വിശേഷതയുള്ളവരാ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ എന്റെ കാര്യം നോക്കിയാൽ ഒരു 7 ദിവസത്തെ ജീവിതം ഒന്ന് നോക്കിയാൽ You may be better off than me, but I examined my own life in the last 7 days. എത്ര പ്രാവശ്യം രണ്ട് മനസ്സുകൾ വന്നു എന്നൊന്ന് നോക്കുവാനിടയായി. How many times I switch back and forth between these two minds? Jesus. ഭയാനകമാ. It's scary to think about.
ഒരു ഇൻവെന്ററി എടുത്തു നോക്കിയാൽ ഭയാനകമാണ്. Because if you take an accurate inventory of our life, it's scary to think about. മത്തായി സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യത്തിൽ Gospel of Matthew chapter number 6 verse 24. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ Jesus says you cannot serve two masters. പറ്റത്തില്ലെന്നാ പറഞ്ഞു. He says you cannot do it. അത് രണ്ട് മനസ്സിനെ അവിടെ കാണിക്കുന്നത്. He's showing two different minds in that scripture. നമ്മൾ അറിയാതെ തന്നെ രണ്ട് സ്ഥാനങ്ങളിൽ നമ്മുടെ ആശ്രയം വെക്കുന്നതിനെ കർത്താവ് കാണിക്കുന്നു. It is talking about whether we knowingly or unknowingly placing our trust in two different places simultaneously. ഇന്ന് രാവിലെ ശാന്തമായി ചില കാര്യങ്ങൾ നമുക്കൊന്ന് This ഓർമ്മിക്കാം. morning we're going to meditate very calmly and gently on something. രണ്ട് മനസ്സുള്ള ഒരു മനുഷ്യനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നു. I want to present to you an individual. രണ്ട് മൂന്ന് പേരെ പറയുന്നുണ്ട്. ആദ്യം ഒരാളുടെ കാര്യം നോക്കാം. I'm going to talk about a few individuals who had double-mindedness. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം. Come to the Gospel of Luke chapter 18. അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ. And verse 18 onwards. അവിടെ ഒരു ധനവാനായ ഒരു പ്രമാണി We see that there is a rich ruler. യേശുവിന്റെ അടുക്ക വന്നു. And he comes to Jesus. നിത്യരാജ്യം ഇറ്റേണിറ്റി എനിക്ക് അത് നിത്യരാജ്യം അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്, നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. He says, what should I do to inherit eternal life? കർത്താവിന്റെ അടുക്കൽ പറഞ്ഞു, വേഴ്സ് 20, ഞാൻ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെ അമ്മയും ബഹുമാനിക്കുക, ഇതെല്ലാം ചെയ്യണമെന്ന് കർത്താവിനോട് പറഞ്ഞു. And the Lord responded to him saying, you know the commandments: do not commit adultery, murder, do not steal, do not bear false witness, honor your father and mother. നമുക്കറിയാവുന്ന കാര്യം. അവൻ പറഞ്ഞു, ഇതെല്ലാം ഞാൻ പാലിക്കുന്നു. And look at verse 21. He says, I've done all these things. അടുത്ത വാക്യം. But look at the next verse there. യേശു പറഞ്ഞു, വേഴ്സ് 22, എന്നാൽ നിനക്ക് ഒരു കുറവുണ്ട്. Jesus said in verse 22, you still lack one thing. ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ളതാണെങ്കിലും ഞാൻ വളരെ സമയം അതിന്റെ മുമ്പിൽ ചിന്തിക്കാനിടയായി. And we have heard this passage preached on many times, but I began to think on this. ഈ കുറവുള്ള കാര്യം പറഞ്ഞപ്പോഴ് താൻ അതിന്റെ 22-ന്റെ അവസാനത്തിൽ പറയുന്നു, നീ കുറവ് പരിഹരിച്ചിട്ട് വന്ന് എന്നെ അനുഗമിക്കുക. And Jesus tells him what the area that he's lacking in, and tells him, you fix that or you get that corrected and then come follow me. പിന്നെ ആദ്യം അത് ഫിക്സ് ചെയ്യുക, പിന്നെ വന്ന് എന്നെ He അനുഗമിക്കുക. says there, fix that, then come and follow me. Amen. യേശു കർത്താവ് പറഞ്ഞില്ല, മോനെ നീ ഇപ്പം ഇങ്ങോട്ട് ചേർന്നു, നാളെയോ മറ്റന്നാളോ അടുത്ത ആഴ്ചയിലോ ഈ വിഷയത്തിന് ഒരു ക്രമീകരണം വരുത്തണം. Jesus did not say, okay, you come with me now, and then in the following weeks we'll have to find a solution for this. Praise God. യേശുവിനെ സംബന്ധിച്ചിടത്തോളം നീ ആദ്യം പോയി ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് പിന്നെ വരാൻ പറ. Jesus is saying you must first solve this and get this corrected, then come and try to follow me. സഹോദരങ്ങളെ, എൻ്റെ സ്നേഹത്തിൽ ഞാൻ നിങ്ങളെ ഇന്ന് രാവിലെ ഓർമ്മിപ്പിക്കുന്നത്, ഈ ഒരു കുറവുള്ള മനുഷ്യൻ യേശുവിൻ്റെ അടുക്കലല്ലാതെ അല്പകാലം കൂടെ കഴിഞ്ഞ് പുതിയ നിയമസഭയിലേക്ക് രാവിലെ ചർച്ചിലേക്ക് വന്നാൽ ഈ വ്യക്തിയെ ചർച്ചിൽ എടുക്കുവോ എടുക്കത്തില്ലയോ? This individual, if we think about this individual as he fast forwards into the other gospel books of the New Testament, when the church is established, if this individual comes to a church on Sunday morning, will the church accept that person or not? പുതിയ നിയമസഭയിലേക്ക് ഇങ്ങനത്തെ ഒരു വ്യക്തി കടന്നു വന്നു കഴിഞ്ഞാൽ, അവൻ യേശുവിൻ്റെ അടുക്കലല്ലാതെ പുതിയ നിയമസഭയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ആമേൻ ആ ചർച്ചിൽ മെമ്പർഷിപ്പ് കൊടുത്ത് അവനെ സ്വീകരിക്കുമോ ഇല്ലയോ? Would such an individual who comes to a church, would the church give membership to that individual? വചനം പറയുന്നു, The word says,
യേശു കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും ഒരുപോലെയാണ്. Though Jesus is the same yesterday, today, and forevermore. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 1 കാര്യമല്ല. ഇറ്റേണിറ്റി പാസ്റ്റ് ആൻഡ് ഇറ്റേണിറ്റി പ്രസന്റ്, ഇറ്റേണിറ്റി ഫ്യൂച്ചർ, ഈ 3 കാര്യങ്ങളിലും യേശു കർത്താവ് ഒരുപോലെയാണ്. And yesterday means not talking about August 1st. It simply means from eternity past till eternity future, Jesus is the same. ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ട് ആമേൻ വളരെ മാന്യതയോടുകൂടെ ജീവിച്ച ഈ ചെറുപ്പക്കാരനായ ധനവാനായ മനുഷ്യനെ യേശു കർത്താവ് സ്വീകരിക്കാതെ അവനെ മടക്കി അയച്ചിട്ട് അവൻ സ്വർഗരാജ്യത്തിലാകാതെ നിത്യതയുടെ മുമ്പിൽ ന്യായവിധിക്ക് നിൽക്കുമ്പോൾ, ഞാനും നിങ്ങളും അവിടെ നിൽക്കുമ്പോൾ ഇത് എങ്ങനെ കർത്താവ് പരിഹരിക്കും? And when such an individual who has obeyed all the commandments from his youth and still was rejected by the Lord Jesus Christ for his one shortcoming and did not inherit the kingdom of God and will stand in the eternal seat of judgment, how are we going to be dealing with this when we get to that point? ആമേൻ. ആ ന്യായവിധിയുടെ മുമ്പിൽ When we come to the seat of ഈ judgment, ചെറുപ്പക്കാരൻ വന്ന് നിൽക്കുന്നു. when this young man is standing there അവൻ നിത്യരാജ്യത്തിൽ പ്രവേശിച്ചില്ല. and he will not enter the kingdom of God, യേശു കർത്താവ് അവനെ നിത്യതയിൽ ആമേൻ നരകത്തിലേക്ക് and തള്ളുന്നു. as Jesus will send him straight to hell. ആമേൻ. ഞാനും നിങ്ങളും അവിടെ നിൽക്കുന്നു. We are all standing there. Jesus. ആ മനുഷ്യൻ ചോദിക്കും, യേശു കർത്താവേ, ഈ നിൽക്കുന്ന ഇവരെല്ലാവരും എത്രയോ കാര്യങ്ങളിൽ കുറവുള്ളവരായിരുന്നു, എന്നിട്ട് നീ അവരെ ചേർക്കുകയും എന്നെ തള്ളുകയോ? This young man will ask the Lord at that point, Lord, these people, what all shortcomings they have, how is it that you reject me for my one shortcoming and accept them with all of their shortcomings? I know തിയോളജിയുടെ ആ സംഗതികളിൽ നിങ്ങളുടെ ബ്രെയിൻ ഇങ്ങനെ എന്നെ അവിടെ ഇരുന്നുകൊണ്ട് ഇത് ചെയ്യുകയാണ്. Yes. പാസ്റ്ററെ, പറയുന്നത് ശരിയല്ല, പക്ഷേ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. കാരണം ഇവന്റെ മനോഭാവം കർത്താവിന് പ്രസാദമല്ലാത്തതായതുകൊണ്ട് കർത്താവ് പറഞ്ഞു, മോനെ, ആ മനോഭാവം മാറ്റിയിട്ട് നീ എന്നെ അനുഗമിക്കുക, ഇല്ലെങ്കിൽ നീ എൻ്റെ കൂടെ വരണ്ട. Amen. This morning, some of you in your mind, your theological mind is spinning and you're already internally pushing back, saying, Pastor, what you're saying doesn't sound right. But this morning, the Spirit of the Lord is saying, he that has an ear, let him hear the words of the Lord. Amen. Because Christ is very clearly saying, your attitude is not right. And until that changes, you can't come and follow me. ഞാൻ വളരെ ഭയപ്പെട്ടു. ഐ എം എ പാസ്റ്റർ, 10-20 വർഷം കൊണ്ട് ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരാളാ, പക്ഷെ വചനത്തിന്റെ മുമ്പിൽ ഒരു ഭയം പിടിച്ചു. Amen. I'm a pastor for the last 19-20 years now, but in front of the word I began to tremble and became scared. ആമേൻ. സ്തോത്രം. ഈ കാര്യം പുതിയ നിയമത്തിൽ നടന്ന കാര്യമാണ്. സ്തോത്രം. These are things being taught from the New Testament. എത്ര കാര്യങ്ങളിൽ മനോഭാവത്തിന് വ്യത്യാസം വരണം. What all things our attitude needs to change. തിരുവത്താഴത്തിന്റെ മുമ്പിൽ നാം വന്നിരിക്കുമ്പോൾ We have come in front of the Lord's table. ചിലപ്പോഴൊക്കെ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറയാറുണ്ട്, അടുത്ത ആഴ്ചയിൽ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ അവരുമായിട്ട് അങ്ങ് പരിഹരിച്ചോളാം കർത്താവ് എന്ന് പറഞ്ഞ് ലെയിം എക്സ്ക്യൂസിൽ നമ്മൾ എത്ര പ്രാവശ്യം ഇതിനകത്ത് കൈവച്ചിട്ടുണ്ട്. How many times we have stretched our hand to partake of the table and used the lame excuse of, oh, I'll get reconciliation in the areas of my life next time. കർത്താവേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ, Lord, if there's anything, അറിയാമുണ്ടെന്ന്, we know there's there. കർത്താവിന്റെ മുമ്പിൽ ഒരു കൺഫ്യൂസ്ഡ് സ്മോക്ക് സ്ക്രീൻ ഷിട്ടിങ്ങാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ we try to present a confusing smoke screen in front of the Lord. അതിന് ഞാൻ അങ്ങ് പരിഹാരം വരുത്തിക്കൊള്ളാം. God, if there's anything, I'll fix it. എന്റെ കർത്താവ് പറഞ്ഞു, നീ ആദ്യം ഇത് പരിഹരിച്ചിട്ട് പിന്നെ വന്നാ മതി. This morning the Lord that we serve is saying,
you first fix those areas, get that corrected, and then come and follow അവൻ me. ദുഃഖിതനായി ഇറങ്ങിപ്പോയി. And the word of God says he left there sorrowfully. എന്റെ കർത്താവ് പുറകെ പോയി പറഞ്ഞില്ല, Jesus did not run after him. എന്റെ മോനെ എന്റെ വാക്ക് ഒഫൻഡ് ചെയ്ത് ക്ഷമിക്കണം, ഞാൻ അടുത്ത ആഴ്ച ഓടിച്ചൂടെ മൈൽഡായി പറയാം, നീ ഈ ആഴ്ച നീ തിരിച്ചു വാ, നീ എന്തായാലും ഇതിനകത്ത് പങ്കെടുത്തേച്ച് നീ അങ്ങ് പോയിക്കോ. Jesus did not run after him and say, oh, I'm so sorry if my words offended you. You come next week, I'll try to speak a little more gently towards you. ആമേൻ. Glory to God. രണ്ട് മനസ്സ്. Two minds. അവന്റെ മനസ്സ് ആമേൻ ദൈവത്തിന് അറിയാമായിരുന്നു അവന്റെ മനോഭാവം അതോടാണെന്ന്. Amen. God knew where his attitude and where his mind was. നമ്മൾ വിചാരിക്കും പണം ഉണ്ടായതുകൊണ്ട് സ്വർഗ്ഗരാജ്യത്തിൽ We പോകാൻ think പറ്റില്ല. that he didn't enter because of his riches. അതല്ല വിഷയം. But that's his wealth was not the മനോഭാവം എവിടെ കുടുങ്ങി problem. It's എന്നുള്ളതാണ്. about where his mind was അവൻ stuck. ദിവസവും രണ്ട് മനസ്സുള്ളവനായി സ്ട്രഗിൾ ചെയ്യുന്നവനായിരുന്നു. In day to day, he's switching back between these two minds. ഇതിനകത്തിരിക്കുന്ന നമ്മൾ പലരും ഇതുപോലെ കറങ്ങുന്നവരാ. This morning, some of us sitting here are in the same boat. ഒന്ന് പണത്തിന്റെ It വിഷയത്തിലായിരിക്കും, may be in the area of money. അല്ലെങ്കിൽ വേറൊരു It may be ഏരിയയിലായിരിക്കാം. in another area of your life. എനിക്കൊരു 4-5 ഏരിയ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. I can list 4 or 5 areas. പക്ഷെ നിങ്ങൾ അത് പ്രയാസപ്പെടുമെന്നുള്ളത് കൊണ്ട് But because you will get bothered അത് with me, നിങ്ങൾ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിടുകയാ. you do the homework and fill in the blank. ആമേൻ. ഈ Amen. വിഷയത്തില് In this area, ഞാൻ ഡബിൾ മൈൻഡ് ഉള്ളവനാ. am I double-minded? ആമേൻ. എന്റെ മനോഭാവം What is my attitude? യേശുവിന്റെ മനോഭാവത്തോട് Is യോജിക്കുന്നതല്ല. that attitude lined up with the attitude of Jesus? ആമേൻ. Glory to God. Praise the Lord. അങ്ങനെയാണെങ്കിൽ If that is the case, ഇരു മനസ്സാ. it's a double-minded. Praise God. Amen. യാക്കോബിന്റെ ലേഖനം 1:7. Coming back to the Gospel of James, or the Epistle of James, chapter 1. ഇങ്ങനെയുള്ള മനുഷ്യൻ എന്തെങ്കിലും പ്രാപിക്കുമെന്ന് നിങ്ങൾ വളരെ സന്തോഷം അനുഭവിക്കാനും കംഫർട്ട് അനുഭവിക്കാനും ആലയത്തിൽ വന്നതെന്ന് എനിക്കറിയാം. പക്ഷെ സത്യം തുറന്നു പറയണ്ടേ. Amen. Verse 7 says that such a man shall not suppose he will receive anything from the Lord. I know you came to the house of God to get comfort and encouragement, but this morning the truth must be said. സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇരുമനസ്സാണെങ്കിൽ, നാം ലോകത്തിലും ദൈവത്തിലും ആശ്രയിക്കുന്നവരാണെങ്കിൽ, നമുക്ക് അനുദിന ജീവിതത്തിൽ ഈ പ്രയാസം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു വ്യക്തി 3 ദിവസം ഉപവസിച്ചാലും തലയറഞ്ഞു പ്രാർത്ഥിച്ചാലും ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുമെന്ന് നിരൂപിക്കരുത് എന്ന് വചനം പറയുന്നു. Amen. This morning, brother, sister, mother, father, amen. If we are people who are double-minded, if we are going back and forth between God and the world, if we, amen, are struggling in that area, such an individual, whether he fasts for 3 days, whether he pray upside down on his head, such an individual should not think he will receive anything from the Lord, says the word of God. നമുക്ക് ഉപവാസ പ്രാർത്ഥന ഈ ആഴ്ച മുതൽ നമ്മൾ ചെയിൻ ഫാസ്റ്റിംഗ് തുടങ്ങുക. We are starting our chain fasting prayer this week. ഈ ആഴ്ചയുടെ അവസാനത്തിൽ നമ്മൾക്ക് ആമേൻ ഉപവാസം എല്ലാവരും കൂടി ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥനയാണ്. And the last Friday, Saturday, Sunday, we will be together in fasting and prayer. പക്ഷേ വ്യക്തിപരമായി, But individually, കുടുംബമായി, and family, ദൈവസഭയായി, and as a church, ആമേൻ നാം പ്രതീക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ, and the blessings that we are expecting, പ്രതീക്ഷിക്കുന്ന വിടുതല് and the deliverances we are നമ്മുടെ expecting, ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ we need to receive that. അനുദിനമുള്ള ഈ ഡബിൾ മൈൻഡിനെ ആദ്യം Amen. പരിഹരിക്കണം. Our first and primal thing we must fix is the double-mindedness. Amen. Praise God. Praise God. ആ യൗവനക്കാരനെ എന്റെ കർത്താവ് പറഞ്ഞു വിട്ടെങ്കിൽ ഇന്ന് രാവിലെ Amen. എന്റെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ എത്ര പേരെ ഇവിടെ ഒന്ന് പറഞ്ഞു വിടുമെന്ന് എനിക്കറിയില്ല. If the Lord Jesus Christ sent that young man away from him this morning, then that same Jesus is in our midst. I don't know how many of us he will send away. ഇൻക്ലൂഡിങ് മീ. എന്നെ ഉൾപ്പെട്ട്. കഴിഞ്ഞ രാത്രിയിലും ഇന്ന് രാവിലെയും
പിന്നെ ഈ വചനം പ്രസംഗിക്കുന്നതിന് മുമ്പ് ഞാൻ മുട്ടുമേലിരുന്ന് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, ആമേൻ, ഈ ഇരുമനസ്സിന്റെ വിഷയങ്ങളില്, ആമേൻ, ദൈവത്തിന് പ്രസാദമുള്ള വിഷയങ്ങൾ ഇല്ലാത്തത്, ആമേൻ, പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി, ആമേൻ, സ്തോത്രം, ആ കാര്യങ്ങൾക്ക് ക്രമീകരണം പ്രാപിച്ചു. Amen. Last night and this morning, before I stood to minister the word of God, I cried in the presence of God, and the Holy Spirit revealed, amen, the areas of double-mindedness, and I fixed that before coming. Amen. Praise God. സമയം മുമ്പോട്ട് പോകുന്നതുകൊണ്ട് വേഗത്തിൽ നമുക്ക് പോകാം. Let's move forward quickly. എന്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് നാം എന്തുകൊണ്ടാണ് നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടുന്നത്? എന്തൊക്കെയാണ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത്? What is it that we need to receive from the Lord? ദൈവം പറഞ്ഞല്ലോ, നിങ്ങൾ രണ്ട് മനസ്സുള്ളവർ ദൈവത്തിൽ നിന്ന് പ്രാപിക്കത്തില്ലെന്ന്. And he already said the double-minded person will not receive. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാതിരിക്കുന്നതിന്റെ കാരണം ഡബിൾ മൈൻഡഡ് ആണോ? And so the first thing we must think is, are we not able to receive the baptism of the Holy Spirit because of our double-mindedness? കൃപാവരങ്ങൾ പ്രാപിക്കാതിരിക്കുന്നതിന്റെ കാരണം ഇരുമനസ്സാണോ? Are we not able to receive the spiritual gifts because of the double-mindedness? ദൈവത്തിൽ നിന്ന് നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ചില വിഷയങ്ങളുടെ മുമ്പിൽ മറുപടി ലഭിക്കാതിരിക്കുന്നതിന്റെ ആഴത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. കർത്താവേ, ഇരുമനസ്സുള്ള സ്വഭാവമാണോ എനിക്കുള്ളത്? Some of the things that we have been praying for a while and not getting an answer, is it because of the double-mindedness? ഞാൻ അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്. ആമേൻ. ആ വിഷയത്തിലേക്ക് ദൈവാത്മാവ് വിരൽ ചൂണ്ടാൻ പോകുകയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഈ വക വിഷയങ്ങളിൽ നമുക്കൊരു മുന്നേറ്റം ഉണ്ടാകുന്നില്ല? We need to ask ourselves an honest question. Why is it that we are not able to move forward in these areas? ഇരുമനസ്സെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ അപകടകരമായ ഒരു വിഷയമാണ്. Amen. The double-minded brain is more dangerous than what we think. ഇന്ന് രാവിലെ ഇരുമനസ്സുള്ള ഒരു വ്യക്തിയെ കൂടെ നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ. I want to present to you an individual who had a double-mindedness. പരിചയമുള്ള ഒരാളാണ്. I mean, someone you know. നമ്പേഴ്സ് അല്ലെങ്കിൽ സംഖ്യാപുസ്തകം 22 വരാം. Come to the book of Numbers, chapter number 22. അവിടെ ഒരാളിനെ നമ്മൾ കാണുന്നുണ്ട്, ബിലെയാം. We see a man by the name of Balaam. അറിയാവുന്നതുകൊണ്ട് വേഗം പറഞ്ഞു പോകാം. Let me say it very quickly there. നിങ്ങൾക്കറിയാം ബിലെയാമിനെ ബാലാക്ക് വന്ന് വിളിച്ചത് എന്തിനാണെന്ന്? We know why King Balak called Balaam. മോവാബി രാജാവ് ബാലാക്ക് പറയുന്നു, ഈ ജനം വളരെ അനുഗ്രഹിക്കപ്പെട്ടു. The Moabite king is saying these people are truly blessed. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. So you need to come and do something. എനിക്കൊന്നറിയാം, ദൈവം നിന്റെ മേൽ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. I know God has given you a gift. നീ ശപിച്ചാൽ ശപിക്കപ്പെടും, നീ അനുഗ്രഹിച്ചാൽ അനുഗ്രഹിക്കപ്പെടും. Who you curse will be cursed, who you bless will be blessed. അപ്പൊ അത്ര പോലെ അനോയിന്റിംഗ് ആണ് ഈ ബിലെയാം എന്ന് പറയുന്ന പ്രവാചകന്റെ മേൽ. So that's the level of anointing that's upon the prophet Balaam. അന്യജാതിക്കാര് മനസ്സിലാക്കിയിട്ടുണ്ട് അത്ര വലിയ ഒരു ഗിഫ്റ്റ് ഇതിന്റെ മേലുണ്ട്. Even the pagan worshipper, the unbeliever, recognizes the power and the anointing given upon the prophet. അതുകൊണ്ട് ഇവിടെ വന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചു, വന്ന് ചെയ്തു തരണം. And he asked him, can you come and do this for me? 7-ാം വാക്യം പറയുന്നത് ദക്ഷിണയേക്ക് വന്നു. അതിന്റെ 9-ാം വാക്യത്തിൽ ബിലെയാമിന്റെ അടുക്കൽ വന്നപ്പോൾ ബിലെയാം പറഞ്ഞു, ഞാൻ ദൈവത്തോട് ചോദിക്കട്ടെ. And when verse 7 says they came and asked him, and Balaam asked, let me go ask the Lord. 9-ാം വാക്യം. Look at verse 9. ദൈവം ബിലെയാമിന്റെ അടുക്കൽ വന്നു. Then God came to Balaam and said. അപ്പൊ ഇത് സാധാരണക്കാരനായ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ഡൂക്കളി പ്രവാചകനൊന്നുമല്ല. ഗിഫ്റ്റ് ഉള്ള പ്രവാചകൻ, ദൈവം തന്റെ അടുക്ക വന്നെന്ന് വാക്യം പറയുന്നു. Amen. This is not some dukely prophet that we think. This is the man with an original gifting. This says there, the God came to him. എന്നിട്ട് ദൈവവും ബിലെയാമും തമ്മിൽ സംസാരിക്കുന്നു. And God and Balaam are talking with each other. ബിലെയാം പറഞ്ഞു, ഒരു വന്നതിന്റെ കാരണം ഇന്നതാണ്. And Balaam is explaining to God why they came. 12-ാം വാക്യം. Look at verse 12. ദൈവം ബിലെയാമിനോട്, നീ അവരോട് കൂടെ പോകരുത്. God said to Balaam, you shall not go with them. നീ ജനത്തെ ശപിക്കരുത്. You shall not curse the people. ആമേൻ. അവർ അനുഗ്രഹിക്കപ്പെട്ടവർ. For they are blessed. ആ വാക്യം ഒന്ന് എടുത്തേ. Look at that verse. മോവാബ് രാജാവ് പറഞ്ഞു, നീ ശപിച്ചാൽ ശപിക്കപ്പെടും, നീ അനുഗ്രഹിച്ചാൽ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞല്ലേ. And the Moabite king said, Balaam, when you curse, they will be cursed. When you bless, they will be blessed. ഇവിടെ ദൈവം തമ്പുരാനും അതിന് സാക്ഷ്യം പറയാ, നീ ശപിക്കരുത്. കാരണം നീ ശപിച്ചാൽ, കാരണം ഒരു അനോയിന്റിങ് ഈ മനുഷ്യന്റെ മേൽ കിടപ്പുണ്ട്. And God is now witnessing to the same thing. He says, you shall not curse that people. Why? Because there's an anointing upon this individual.
വേഗത്തിൽ പോകാം. Let me go quickly. ബിലെയാം പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവരോട് പറഞ്ഞു. Balaam to reply to Balak and said, I cannot come. രണ്ടാമത് വീണ്ടും അവർ വന്നു. They came a second time. കൂടുതൽ കാര്യങ്ങളുമായിട്ട് വന്നു. And they came with a greater offer. ഇരു മനസ്സുള്ള ഈ മനുഷ്യൻ എന്താ ചെയ്തെന്നറിയാമോ? വീണ്ടും ദൈവത്തിന്റെ അടുക്ക പോകുക ആലോചന And ചോദിക്കാൻ. this man with the double-minded, you know what he does? He goes back into God's presence for a direction. ദൈവം പറഞ്ഞു ചെയ്യരുത്. God already said, don't do it. പിന്നെയും വന്നു. But he's coming again. ഇരു മനസ്സുള്ള അവൻ പിന്നെയും പോവുക. He's coming again with the double mind. ഒരു ദൈവത്തിന്റെ പ്രവാചകൻ, The prophet of God. അനോയിന്റിംഗ് ഉള്ളവൻ, The one with the anointing. അവന് ഗിഫ്റ്റ് ഉള്ളവൻ. The one with the gift. പ്രൈസ് ഗോഡ്. Praise the Lord. എന്നാൽ അവന്റെ മനസ്സ് രണ്ടാ. But his mind is double-minded. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് അവന് എല്ലാ അനോയിന്റിങ്ങും ഉണ്ട്. He has the anointing and all the gifting from God. എന്നാൽ ലോക മനുഷ്യൻ വരുമ്പോ But when the world comes, അവരോടുകൂടെ പോകരുതെന്ന് പറഞ്ഞിട്ട് അവരോട് അസോസിയേറ്റ് ചെയ്യാനുള്ള മനസ്സ്. even when God said don't go, the willingness to go and associate himself with them. പുതിയ നിയമത്തിൽ In the New Testament, ഈ പ്രവാചകനെ this prophet, 3 അപ്പോസ്തലന്മാർ എടുത്തു പറഞ്ഞു. 3 apostles list him as an example. Praise God. Amen. ഒന്ന് പത്രോസ് അപ്പോസ്തലൻ. One is Peter. പത്രോസ് അപ്പോസ്തലൻ പത്രോസ് 2:15-16. Look at 2 Peter chapter number 2 verse 15 and 16. 15 and 16. അവിടെ എഴുതിയിരിക്കുന്നു, അവർ നേർവഴി വിട്ട് തെറ്റി ബയോരിന്റെ മകനായ ബിലെയാമിന്റെ വഴിയിൽ നടന്നു. It says that they have forsaken the right way and gone astray, following the way of Balaam the son of Beor. അപ്പൊ ഇപ്പം പ്രവാചകന്റെ വഴി എന്തുവാ? So now look at the way of the prophet. നേർവഴി അല്ല. It is not the right way. Praise God. അനീതിയുടെ കൂലി കൊതിച്ചു. Who loved the wages of unrighteousness. അകൃത്യത്തിന് ശാസന കിട്ടി. But he was rebuked for his iniquity. ദൈവമക്കളെ, ഇതെന്തിനാ നമുക്ക് എഴുതി തന്നിരിക്കുന്നത്? Why is this stuff written for us? ദൈവമക്കളായി ദൈവപൈതങ്ങളായി ജീവിക്കുമ്പോൾ നമുക്ക് തെറ്റ് പറ്റത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. As we live as a child of God, we cannot say that there is no നമ്മുടെ അനോയിന്റിങ്ങിന്റെയും ഗിഫ്റ്റിന്റെയും മധ്യത്തിൽ തന്നെ നമുക്ക് ഇരുമനസ്സിന്റെ വിഷയങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ മറന്നു പോകരുത്. We must remember in the midst of our anointing and gifting, we can still be people who are double-minded. Yes. Amen. അപ്പോസ്തലൻ പത്രോസ് കഴിഞ്ഞിട്ട് ഇനി യൂദാ എന്താ പറഞ്ഞത്? Now look at what the യൂദാ apostle അപ്പോസ്തലൻ എന്താ Jude പറഞ്ഞത്? says. യൂദാ അപ്പോസ്തലൻ പറഞ്ഞു, കായീന്റെ വഴി. ആമേൻ. 11-ാം വാക്യം. Verse 11. കായീന്റെ വഴിയിൽ നടക്കുകയും ബിലെയാമിന്റെ വഞ്ചന. ഓ മൈ ഗാഡ്. And it says there, woe to the one who, for they have gone in the way of Cain, have run greedily in the error of Balaam for profit. പ്രവാചകൻ വഞ്ചിച്ചെന്നോ? It says there, the Balaam, the prophet, was in error. He deceived them. എങ്ങനെയാ വഞ്ചിച്ചത്? How did he deceive them? എന്തുവാ വഞ്ചിച്ചത്? What did he deceive? വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരാം. Come to the book of Revelation chapter 2. യോഹന്നാൻ അപ്പോസ്തലൻ എന്താ What പറയുന്നത്? does Apostle John say? അതിന്റെ 2-ാം അധ്യായം 14-ാം വാക്യം. Look at chapter 2 verse 14. എങ്കിലും നിങ്ങളെ കുറിച്ച് ഒരു കുറ്റം I പറയാനുണ്ട്. have this few things against you. അത് പെർഗമോസ് സഭയെ കുറിച്ച് പറയാ. And he's talking about the church of Pergamos. അത് പറഞ്ഞു, ദുർനടപ്പ് ആചരിക്കേണ്ടുന്നതിന് ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാം. You have those who hold the doctrine of Balaam, who taught Balak to put a stumbling block before the children of Israel, to eat things sacrificed to idols and to commit sexual immorality. ബിലെയാം കാണിച്ചതായ വഞ്ചന എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഉപദേശത്തിന് കോംപ്രമൈസ് വരത്തക്കതുപോലെ. ആമേൻ. അവര് ഉപദേശിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങള് നേരിട്ട് പോയിട്ട് എനിക്ക് ശപിക്കാൻ പറ്റത്തില്ല, ഞാൻ പറയുമ്പോഴെല്ലാം അനുഗ്രഹത്തിന്റെ വാക്കാ വരുന്നത്, ഇനി ആകെ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആമേൻ. ഇവരുടെ ഇടയിലേക്ക് നിങ്ങളുടെ പൈതങ്ങളെ പറഞ്ഞയച്ചിട്ട് അവര് കൂടെ
ഈ അവരുടെ കുഞ്ഞുങ്ങളെ വഞ്ചിക്കണം, അവരുടെ കുഞ്ഞുങ്ങളെ സ്വാധീനപ്പെടുത്തിയിട്ട് ഉപദേശത്തിൽ നിന്നും മാറിപ്പോയാൽ ആ ജാതി പരാജയപ്പെടും. And Balaam tells the king Balak, saying, I cannot curse them. All that's coming out of my mouth is blessing. But you can do one thing. Send your young people over there to influence the young people there, to make them compromise from their doctrine. And if you get them to do that, they will fail. Jesus. ഈ പ്രവാചകനെ നോക്ക. Look at this prophet. അങ്ങേര് അവിടെയും ഇവിടെയും പോയി ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. One who ministers here and there. അമേൻ. അനേക ആളുകളുടെ അടുക്ക പോകുന്നുണ്ട്. And he goes, and many people go to him. ഇസ്രായേലൊക്കെ ശുശ്രൂഷ ചെയ്യുന്നോണ്ടാണല്ലോ അന്യജാതിക്കാരനായ രാജാവ് മോവാബ് രാജാവ് വിളിച്ചത്. He's doing ministry in that area. That's why the king of Moab called him. പക്ഷെ അപ്പ തന്നെ മറ്റുള്ളവരെ ദൈവമക്കളെ വഞ്ചിക്കുന്നു. But at the same time deceiving the children of God. അനീതി ചെയ്യുന്നു. To do unrighteousness. സത്യം സംസാരിക്കാതിരിക്കുന്നു. He does not speak true. ദൈവത്തിന്റെ പ്രസാദമല്ലാത്ത ജീവി പോകുന്നു. And going in a way that is not pleasing to God. യോഗത്തിന് ചെല്ലുമ്പോൾ ദൈവത്തിന്റെ മനസ്സ്. When they come to the service, they have the mind of God. യോഗം വിട്ട് കഴിയുമ്പോൾ ലോകത്തിന്റെ മനസ്സ്. When they leave the service, they have the mind of the world. Jesus. ഇത് നമ്മളെ ആരെയെങ്കിലും ആണോ ഈ വിവരിക്കുന്നത്? Is this describing any one of us today morning? Man. Jesus. 3 അപ്പോസ്തലന്മാരാണ് എടുത്ത് ബിലയാമിനെ നമുക്ക് ഉദാഹരണമായി പറയുന്നത്. The 3 apostles take the life of Balaam as an example, as a warning for us. പ്രിയമുള്ളവരെ, കർത്താവിന്റെ രാജ്യത്തിൽ പോകണമെങ്കിൽ എളുപ്പമല്ല. Oh, children of God, to enter the kingdom of God is not easy. രണ്ടാമത്തെ എക്സാമ്പിളും കൂടെ വേഗം പറഞ്ഞ് ഞാൻ Let me അവസാനിപ്പിക്കാം. say the second example, conclude. നിങ്ങൾക്ക് പരിചയമുള്ളതാ. You're familiar with it. 1 രാജാക്കന്മാർ 18 അധ്യായത്തിലേക്ക് വരുമ്പോൾ When we come to the 1 Kings chapter 18, 21 വാക്യം, when we come to verse 21, അവിടെ ഒരു ഇസ്രായേലിനെ കുറിച്ചാ പറയുന്നത്. it says there about Israel. കർമ്മേൽ പർവ്വതത്തിലെ സംഭവം It's പറയുന്നത്. talking about the incident at Mount Carmel. ഏലിയാവ് അവരെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് Elijah has called them all together. അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. And he asked them a question there. നിങ്ങൾ ഇരുമനസ്സുള്ളവരായി എത്ര നാൾ മുമ്പോട്ട് പോകും? How long will you go forward with a double mind? ആമേൻ. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു സേവിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ While you say you love God and you live for God and you serve God, നിങ്ങൾ മറ്റ് ദൈവങ്ങളെയും സേവിക്കുന്നു. you are still serving other gods. നിങ്ങൾക്ക് 2 ഒപ്പീനിയൻ ആണ്. You have 2 opinions. നിങ്ങൾ 2 തോണി കാല് You വെച്ചിരിക്കുക. have 2 feet in 2 different boats. സ്തോത്രം. Amen. ഞായറാഴ്ചത്തെ തോണി ഒന്നാണ്. The Sunday morning your foot is in one boat. എന്നാൽ മൺഡേ ത്രൂ ഫ്രൈഡേയിലെ തോണി വേറൊന്നാണ്. Monday through Friday your foot is in another boat. Praise God. Amen. 2 opinions. 2 അഭിപ്രായങ്ങൾ. ഏലിയാവ് പറഞ്ഞു ദൈവത്തിന് അത് പ്രസാദമല്ല. Elijah says God is not pleased with that. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ സംസാരിക്കുക. This morning the Spirit of God is speaking to certain individuals here. നമ്മൾ അവിടെയും ഇവിടെയുമായിട്ട് അവരെയും പ്രസാദിപ്പിച്ച് ഇവരെയും പ്രസാദിപ്പിച്ച് ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ എല്ലാ ആ ഒരു അഭിനയങ്ങളുണ്ട്. എന്നാൽ നമ്മൾ നമ്മുടെ ആ ജീവിതം വിട്ടിട്ട് പുറത്തോട്ട് പോകുമ്പോൾ മറ്റൊരു മനസ്സാണ് നമുക്കുള്ളതെങ്കിൽ ഇന്ന് രാവിലെ ദൈവം നമ്മളെ കുറിച്ച് ദുഃഖിക്കുന്നു. Amen. This morning time the Spirit of God is pointing out that if our life is looking to please here and to please the people there, and that double-mindedness where we have a different mind outside of the presence of God. Amen. This morning this is what the Spirit of God is saying. He is not pleased with that. Amen. ഇന്ന് നമ്മൾ ഇവിടെ പാടി ആരാധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ While we were worshiping this morning, അമേന ഏലിയാവിന്റെ വിഷയം നമ്മൾ പാടി ഏലിയാവിന്റെ കർമ്മേലിലെ തീയിറങ്ങിയ വിഷയം പാടിക്കൊണ്ടിരിക്കുമ്പോൾ as we were singing about the incident of Elijah on the Mount of Carmel, പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്ന ഈ വചനവുമായിട്ട് എന്നെ ഒരു വെളിപ്പാടിലേക്ക് നടത്തി. Amen. While the Spirit of God gave me a revelation and connection to the word that I've been meditating on. അത് ഞാൻ നേരത്തെ അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. And I've never thought of it like this. എന്നാൽ ഒരു കാര്യം എന്നെ മനസ്സിലാക്കി തന്നു. But the Spirit of God revealed something to me. ആമേൻ. അവിടെ ധാരാളം
ആളുകൾ രണ്ട് മനസ്സുള്ളവരായി നിൽക്കുന്നു. There are many people that are double-minded in the front of that mountain. ആമേൻ. ഏകദേശം 480 പ്രവാചകന്മാരും രണ്ട് മനസ്സുള്ളവരാണ്. There are more than 400 prophets that are double-minded there. ആമേൻ. അല്ലെങ്കിൽ അവർ ബാലിന്റെ ആണെന്ന് അല്ലെങ്കിൽ അങ്ങ് വെച്ചു. പക്ഷെ അവര് ഈ ഇസ്രായേലിന്റെ ദൈവത്തെയും അവര് കണക്ക് കൂട്ടുന്നുണ്ട്. Amen. They are prophets of Baal, but they also consider the God of Israel highly. അവരെ വിട്ടേരെ അവിടുത്തെ ജനത്തെ നോക്ക്. Forget about those though. Look at the people മനസ്സുള്ളവരാണ്. People who are double-minded. അങ്ങനെ രണ്ട് മനസ്സുള്ള ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ And in the midst of a people that are double-minded, ഒരു മനസ്സുള്ള ഒരു മനുഷ്യൻ നിൽക്കുന്നു. one man with one mind stands up. ആമേൻ. അവന്റെ പേരാണ് ഏലിയാവ്. And his name is Elijah. അവൻ ഒരൊറ്റ ആഗ്രഹമേ And ഉള്ളൂ. he has only one desire. ആമേൻ. ശരിയായ ദൈവത്തെ, The true God, യഹോവയായ ദൈവം, the God of Jehovah, ഒരൊറ്റ മനസ്സ്, all the one ഞാൻ mind, സേവിക്കുന്ന ദൈവം, the God which I serve. ആ ദൈവത്തെ അല്ലാതെ Other than that God, ഞാൻ വേറെ ഒന്നിനെ സേവിക്കില്ല. I will not serve any other God. Praise the Lord. Hallelujah. അതൊരു നല്ല കാര്യമായിരിക്കുമ്പോൾ Wow, that is a good thing. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, The Spirit of God spoke to me like this. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. Go to the next step. ആമേൻ. എന്താണെന്നറിയാമോ? What is it? ഒരു മനസ്സുള്ള വ്യക്തിയുടെ മുമ്പിൽ In front of the man with the one mind. ആമേൻ രണ്ട് മനസ്സുള്ള വ്യാപാര ശക്തികൾ, Amen. The spirit of the double-mindedness that is in front of him. അവരെ വെറുതെ വിടരുത്. Don't leave them alone. ആമേൻ. അവരെ തകർക്കുവാൻ, And to destroy that അവരുടെ power. മേൽ ജയം നൽകുവാൻ, Take victory over them. അതിനുവേണ്ടിയാണ് കർമ്മേലിൽ തീയിറങ്ങിയത്. That's why he sent the fire on the mountain. ആമേൻ. യേശു കർത്താവ് വിളിച്ചു പറഞ്ഞു, Jesus said like this. എന്റെ ഹൃദയത്തോടെ വിളിച്ചു പറഞ്ഞു. He said like this to my heart. ആമേൻ. ഇരുമനസ്സുള്ളവരുടെ മധ്യത്തിൽ In the midst of the double-minded people, ആ വ്യാപാര ശക്തി, that power of darkness, ആമേൻ, നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ one that is working in our church, ഒരൊറ്റ മനസ്സുള്ളവൻ when we all who has the single mind, പരിശുദ്ധ ആത്മാവിന്റെ തീയോടെ by the power of the Spirit of God, ആ വ്യാപാര ശക്തികളുടെ take victory over that spirit of darkness. ജയമെടുക്കുവാൻ ആത്മാവ് വിളിച്ചു The പറയുന്നു. Spirit of God is saying, take the victory over that today. ഇന്ന് രാവിലെ അതിന്റെ മേൽ This ജയമെടുക്കുവാൻ morning, take the victory for you. ആത്മാവിന്റെ തീയിറങ്ങട്ടെ. Let the fire of the Spirit burn in this sanctuary today. ഓ, ആത്മാവിന്റെ തീയിറങ്ങട്ടെ. പരിശുദ്ധ ആത്മാവിന്റെ തീയിറങ്ങട്ടെ. Oh, yes. Glory to God. Double-mindedness in the home. Amen. Double-mindedness in the Oh, personal glory to life. God, We glory take to God, victory, glory to God. victory this morning. Amen. In Jesus' name. Hallelujah. ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും The പറയുന്നു, Spirit of God is telling me to tell you. ചില ജീവിതങ്ങള് Certain individuals here. ഇരുമനസ്സുള്ളവരുടെ വഴികളെ നോക്കി വ്യാകുലപ്പെട്ടുകൊണ്ട് You are being disturbed or distraught by നിങ്ങൾ the ways അങ്ങോട്ടും of ഇങ്ങോട്ടും double-mindedness. ഓടുകയാ. You are running. ആമേൻ. എന്നാൽ ഇന്ന് രാവിലെ But this morning, ഒരൊറ്റ മനസ്സുള്ളവനായി be of one mind. ആമേൻ ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ട് Look at the one ഓ above. പിന്നെ വ്യക്തമായി ആത്മാവ് This പറയുക, morning, the Spirit of God is saying again and again. കുടുംബത്തിൽ വ്യാപരിക്കുന്ന Within the family, ഇരുമനസ്സിന്റെ വ്യാപാര ശക്തികളെ powers of darkness causing double-mindedness in it. ശാസിച്ചകറ്റുവാൻ To rebuke that spirit. പിതാവേ, മാതാവേ, Oh, Father, Mother, നിങ്ങൾ എഴുന്നേൽക്കാൻ you ആത്മാവ് വിളിച്ചു must പറയുന്നു. stand up and do that. Ha! Hallelujah, glory to Glory God. to God. Hallelujah. Glory to God. Amen. Glory to God. Victory Oh, in the name glory. of Jesus. Victory in Jesus' name. ആമേൻ. ഞാൻ പറയാൻ വന്നതൊന്നുമല്ല. I am not speaking what all I ആമേൻ. have to ആത്മാവ് say. വ്യക്തമായി പറയുന്നു, But the Spirit of God is very clearly showing me. നിങ്ങളുടെ കുടുംബത്തെ തീയിറങ്ങണം. Your fire, the fire of the Spirit must come down in your ആലയത്തിൽ home. പാസ്റ്റർ ഒരു പക്ഷെ അതിനെ ശാസിച്ചെന്ന് വരികയില്ല. Amen. It may not be the pastor of the church that rebukes that ആമേൻ. power ഓ, of darkness in your കുടുംബത്തിൽ home. വ്യാപരിക്കുന്ന ഇരുമനസ്സിന്റെ ഇരുതോണിയിൽ കാലുവെക്കുന്ന ദൈവത്തെയും മനുഷ്യരെയും ദൈവത്തെയും ലോകത്തെയും പ്രീതിപ്പെടുത്തുന്ന വ്യാപാര ശക്തികളെ യേശുവിന്റെ ആത്മാവില് ജയിക്കുവാൻ ഉള്ള തീയ അഭിഷേകം ആമേൻ നിന്റെ മേൽ ദൈവം പകർന്നിരിക്കുമ്പോൾ Oh, this one is the Spirit of God has given you the power to rebuke the double-mindedness that is influencing your family. Amen. The here of the world, here and the things other people rebuke that
this morning. ആമേൻ. അതിന്റെ അധികാരം ദൈവം നിങ്ങളെ God ഏൽപ്പിച്ചിരിക്കുന്നു. has given you that authority. അതിനാ this morning. അഭിഷേകം പകർന്നത്. That's why the അതിനാ anointing is- വചനം കേൾക്കുന്നത്. That's why we hear അതിനാ the word. കൂട്ടായ്മയിൽ വരുന്നത്. That's why we come അതിനാ to ദൈവ fellowship. പൈതലായി That's ജീവിക്കുന്നത്. why we live in the ways of God. ഹല്ലേലൂയ. Praise God. നമ്മളും രണ്ട് മനസ്സുകാരുടെ കൂട്ടത്തിൽ കൂടി ആമേൻ ഇണങ്ങിപ്പിണങ്ങി പോകുവാനല്ല, ഒരൊറ്റ മനസ്സുള്ളവരെ Yes. ദൈവത്തെ സേവിക്കാൻ തീരുമാനമെടുത്തു കൊള്ളണം. സ്തോത്രം. Amen. We are not people to join along with those who are double-minded. We are people to be one of one mind this morning. Praise God. Praise the Lord. എന്താണ് അയ്യോ പല കാര്യങ്ങൾ പറയണം, ഞാൻ വേഗത്തിലങ്ങ് അവസാനിപ്പിക്കാം. Thank you. എന്തുകൊണ്ടാണ് ഡബിൾ മൈൻഡഡ് ആയി പോകുന്നത്? Why do we end up becoming double-minded? ഒന്ന്, One, ദൈവത്തിന്റെ അംഗീകാരത്തെക്കാൾ മനുഷ്യന്റെ അംഗീകാരം. because we want the acceptance of others more than the acceptance of God. Amen. ആരോ That's ഈ it. വിഷയത്തിൽ കുടുങ്ങിയിരിക്കുക. That's it. Somebody here is stuck on that എന്നെ area. കേൾക്കുന്ന ആരോ ഈ വിഷയത്തിൽ കുടുങ്ങിയിരിക്കുക. Somebody here, you നിങ്ങൾ are മനുഷ്യന്റെ stuck. പ്രീതി, മനുഷ്യന്റെ ഒപ്പീനിയൻ, മനുഷ്യന്റെ അപ്രൂവല് ആമേൻ നോക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ പലപ്പോഴും നിങ്ങൾക്കറിയാം സത്യം എന്താണ്, യാഥാർത്ഥ്യം എന്താണ്, ഫാക്ട് എന്താണ്, ബൗണ്ടറി എന്താണെന്ന് അറിഞ്ഞിരിക്കെ ആമേൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതിന്റെ കാരണം അതാ. Amen. Somebody here, you are stuck in that double-mindedness because you are more concerned about pleasing others. You know the fact, you know the boundary, you know what is the reality, but you keep going back and forth just to get the acceptance of others. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ In the name of the Lord Jesus Christ, who has authority in both heaven and earth. ആമേൻ. ആ വിഷയത്തിൽ ഭാരപ്പെടുത്തുന്ന ആ ദുഷ്ട വ്യാപാരം, The spirit of darkness that is bothering individuals in that area. ആ ഇൻഡിവിജ്വലിനെ വിട്ടുപോകുവാൻ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് We പ്രാർത്ഥിക്കുന്നു. pray and we command Amen. that spirit of darkness to leave that individual this morning. ആമേൻ. ഇനി ആ വ്യക്തിയെ ഭാരപ്പെടുത്തരുത്. Do not burden that individual any longer. ആമേൻ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാൻ ഇടവരുത്തരുത്. Don't allow that person to switch back and forth. ഓ ഏതൊരു വ്യക്തിയാണെന്നോ അവർക്ക് ഇത് ആത്മാവിൽ തിരിച്ചറിയുന്നുണ്ട്. അവരോട് ഇന്ന് രാവിലെ ആത്മാവ് പറയുന്നു, ആമേൻ, ബലമേറ്റെടുത്തുകൊള്ളുക. This morning you know in the spirit, if this word is for you, the spirit of God is telling you, take your strength in the spirit of God this morning. You don't need the validation of the people. You don't need the approval. ആമേൻ. ആളുകളുടെ അംഗീകാരമല്ല വിഷയം. മനുഷ്യന്റെ അംഗീകാരം നിങ്ങൾക്ക് വേണ്ട. നമ്മൾ അഹങ്കാരത്തോടല്ല പറയുന്നത്, പക്ഷെ താഴ്മയോടെ ദൈവത്തിന്റെ അംഗീകാരം മതി. We are not saying that arrogantly, but with humility. What we need is the acceptance of God. രണ്ടാമത്തെ കാരണം, Number 2. ആമേൻ, നമ്മൾക്ക് ഇരുമനസ്സാകുന്നതിന്റെ കാരണം ഫിയർ ഓഫ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അവരുടെ കൂടെ ചേർന്നില്ലെങ്കിൽ നമ്മളെ ഒറ്റപ്പെടുത്ത് നമ്മളെ ഒറ്റയായി പോകുമെന്നുള്ള പേടി കൊണ്ടാണ് ഞായറാഴ്ച ഇവിടെയും തിങ്കളാഴ്ച ഇവിടെയും വരുന്നത്. Amen. Another reason why people end up double-minded is the fear of cancellation or fear of isolation. Meaning what? If we don't go along with them, they'll reject us, they'll isolate us. So what do? Sunday we have one mind, and then Monday we go with them with another mind. Child of God, you know where the boundaries are. ദൈവവൈതലേ, ആമേൻ, അതിരെ എവിടെ വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആമേൻ. ഓരോരുത്തർക്കും അറിയാം. Every person knows that. Why do you want to cross that boundary? എന്തിനാ അതിരെ വിട്ടിട്ട് കടന്നു പോകുന്നേ? Praise God. ലോകത്തിൽ ഒരു മനുഷ്യനും നിങ്ങളെ ഒറ്റപ്പെടുത്തുവാനോ ക്യാൻസൽ ചെയ്യുവാനോ കഴിയില്ല. No man in this world can isolate or cancel you. Amen. Amen. Praise God. Praise God. Amen. As long as I am in the will of God. Amen. എൻ്റെ കൂടെ നടക്കുന്ന ഒരു പരിശുദ്ധാത്മാവ്, എൻ്റെ കൂടെ നടക്കുന്ന ഒരു യേശു ഉണ്ട്. ആമേൻ. ഒരാൾക്കും ഒരു വ്യക്തിക്കും ഒരു സഭയ്ക്കും ഒരു പാസ്റ്ററിനും ഒരാളിനെ ഒറ്റപ്പെടുത്താൻ കഴിയില്ല. Amen. As long as I am in the will of God and the Spirit of God is coming with me, no individual, no church, no organization, Amen. no pastor can cancel or isolate me. Amen. Everything ദൈവമാണ് നമ്മളെ നടത്തുന്നത്. It is God who leads us in everything. ഹല്ലേലൂയ. Praise the Lord. ലോകത്തിന്റെ അളവുകോലിനനുസരിച്ച് മാറാനും വരാനും ഇടവരല്ലേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. I beg and beseech you, do not keep moving between God and the world.
ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചതാണ്. That's what happened with the people of Israel. ആമേൻ. ബിലിയാമിന് സംഭവിച്ചതാണ്. That's what happened with Balaam. ആമേൻ. ആ യങ് റൂളറിന് That's what സംഭവിച്ചതാണ്. happened to the young ruler. അവരെക്കെല്ലാം വിശ്വാസം ഉണ്ടായിരുന്നു. They all had faith. വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരു ഭാഗത്ത് അവർക്ക് ദൈവത്തെ അറിയണമെന്നുണ്ട്. Means in one side they want to know Jesus, they want to be with Jesus. പക്ഷെ അവർ രണ്ട് കമ്പാർട്ട്മെന്റിലായിരുന്നു. But they kind of compartmentalize these two things. യെസ്, അത് വരല്ലേ. That should not happen. 3, Number നമ്മള് സീക്കിംഗ് ഗോഡ്സ് പെർമിഷൻ ഫോർ നമ്മൾക്ക് അറിയാവുന്ന പാപത്തിന് Yes. പിന്നെ ദൈവത്തോട് ചെന്നിട്ട് അതിന്റെ പെർമിഷൻ ചോദിക്കേണ്ട കാര്യം. Another reason why we double-minded is because many times we seek God's permission for things that we already know is sin. എക്സാക്ട്ലി റൈറ്റ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഇത് തെറ്റാണെന്ന് എനിക്ക് അറിയാമായിരിക്കെ പിന്നെ ഞാൻ ചെന്നിട്ട് ഒരു 4 പ്രാവശ്യം ഇതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട വല്ല കാര്യമുണ്ടോ? When I already know this is wrong, is there any reason I need to pray 4 times over this? If it is not my will to go to that place, to amen, wherever it is, അതിന് പോകാൻ ദൈവഹിതമല്ല, അത് ശരിയല്ല, അവിടെ വരുന്ന കൂട്ടുകാർ യോഗ്യമല്ല എന്ന് എനിക്ക് അറിയാമായിരിക്കെ ഞാനിരുന്നുകൊണ്ട് കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് അവിടെ പോകാനുള്ളതായ വഴിയൊരുക്കണം. അത് പേരൻസ് കേൾക്കാനാണോ ദൈവം കേൾക്കാനാണോ ആരുടെ കയ്യിൽ നിന്നുള്ള പെർമിഷന് വേണ്ടിയാണ് എനിക്കറിയില്ല. And when we know there's a particular place that we shouldn't be going, there's individuals there that are not a good fit for me as a child of God, and then we still knowing that we come to family prayer and we ask, oh God, help me to go there, help me to do what your will is. I don't know, we're praying that for the parents to hear or for God to hear. I don't understand the purpose of that. നമുക്ക് ഇരു മനസ്സ് വേണ്ട. We don't need a double mind. നമ്മൾ അതിനു വേണ്ടി ലൂപ്പ് ഹോൾസ് We don't കണ്ടുപിടിക്കണം. need to look for loopholes in our ഇരു lives. മനസ്സുള്ളവരുടെ ഏറ്റവും നല്ല ഒരു ക്യാരക്ടർ ഞാൻ പറഞ്ഞുതരാം. അവരിതിനകത്തുനിന്ന് മുറിവാക്യങ്ങൾ കണ്ടുപിടിക്കും. അവരുടെ ആ സിറ്റുവേഷനെ ഡിപെൻഡ് ചെയ്യാൻ അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിക്കൊണ്ട് മൈ ഗോഡ് ഇവനൊരു ഇരുമനസ്സുള്ളവനാണ്, മാറി നിന്നു. I tell you, the symptom of a double-minded person is they will look throughout the scripture and pull verses out of context to justify what they're doing. When you hear that and you see that, be mindful that person is a double-minded individual and just stay far away from them. 1-2 വാക്കുകളൂടെ പറയട്ടെ. Let me say a few more words. ഞാൻ ചിന്തിച്ചപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. When I began to think on this, I understood one thing. ഞാൻ അന്നേക്കാലത്ത് ജീവിച്ചിരുന്ന തീർച്ചയായിട്ടും ഞാൻ ബിലയാം എന്ന പ്രവാചകനെ വിളിച്ച് ഈ സഭയിൽ ഒരു യോഗം നടത്തിയേനെ. കാരണം എനിക്കും പുള്ളിയുടെ മറ്റേ സൈഡ് അറിയത്തില്ലല്ലോ. Amen. And if I was living at that time, I probably would have called Balaam the prophet and given him an appointment to minister in the church because I don't know the other side of Balaam. ഞാൻ ഈ പാസ്റ്ററാണ്, ആ യങ് റൂളർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വിളിച്ചിരി കാശ് ഇവിടെ ഉള്ള ആളെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഈ ചർച്ച വിട്ടു പോകരുത്, ഇവിടെ നിൽക്കാൻ അതിന് എന്തും കാര്യങ്ങളും ചെയ്തു. And if that young ruler came to our church, I definitely would say, brother, you don't need to go anywhere. You can take a membership right here in this church. പക്ഷെ ഇവരിലെല്ലാം ഒരു ഡബിൾ മനസ്സുണ്ട്. But they're all double-minded individuals. അത് ദൈവം ശാസിച്ചു, ദൈവം ശിക്ഷിച്ചു. ബിലയാമിനെ പരസ്യകോലമാക്കി ദൈവത്തിന്റെ ആത്മാവ് 3 അപ്പോസ്തലന്മാരിൽ കൂടെ കാണിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആ മനുഷ്യനെ വെറുത്തു. God rebuked these individuals, God disciplined punished these individuals, and God made Balaam a public spectacle, and that's why he was listed 3 times by 3 different apostles. ഈ ഐക്യാട് ചർച്ചിലുള്ള ഒരൊറ്റ വ്യക്തിയും ഇതുപോലെ ലജ്ജിക്കപ്പെടുവാൻ ഈ വചനം കേട്ടിട്ടിട വരരുത്. Let not a single individual in this ICAT church be put to shame in front of this word this morning. ഈ വചനം ഹൃദ്യമായി ഏറ്റെടുക്കണം. Receive the word very sternly this morning. Identify where we are double minded. നമ്മുടെ ഇരുട്ടുള്ള മനസ്സ് എവിടാണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് അതിന് ക്രമീകരണം. And we must fix that. കർത്താവ് പറഞ്ഞു അത് ചെയ്തിട്ട് വന്നാൽ മതിയെന്ന്. And the Lord said, fix that and then come follow me. പക്ഷെ ഞാനത് പറയാൻ പറ്റുമോ? അടുത്ത ആഴ്ച അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എന്നെ ഉൾപ്പെടെ പറയാ,
നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ ഇരുമനസ്സിന്റെ ആമേൻ ദുഷിച്ച സ്വഭാവങ്ങളെ വിട്ടുകളഞ്ഞിട്ട് ആമേൻ നാം ഒരു മനസ്സുള്ളവരായി തീരണം. Amen. I cannot say it as strongly as the Lord Jesus did, but this morning, let me say, before our fasting prayer comes, we must get rid of all our double-mindedness in our life. രണ്ട് വ്യക്തികൾ ഒരു മനസ്സുള്ളവരെ ഞാൻ കാണിച്ചു Let me show you two individuals who have a single mind. അപ്പോസ്തലനായ പൗലോസ്. Number one, Apostle Paul. അപ്പോസ്തല പ്രവൃത്തി 20 Amen. In the book of Acts, chapter 20, ഒരു കാര്യം പറയുന്നു. he says something there. എല്ലാവരും പറയുന്നു എനിക്ക് അവിടെ വലിയ പ്രതിസന്ധികൾ വരും. Amen. It says everyone is saying that there are great chains and എനിക്ക് അവിടെ വളരെ പ്രയാസമുണ്ടെന്ന് എല്ലാവരും പറയും. everyone is saying that troubles are awaiting me. എന്നെ സ്നേഹിക്കുന്ന എന്റെ സഹോദരങ്ങൾ പറയുന്നു യെരൂശലേമിലേക്ക് പോകരുത്. And those who love me are telling me don't go to Jerusalem. എന്നാൽ അപ്പോസ്തലൻ പറയുകയാണ്, But what is Apostle Paul ഞാൻ saying? എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. I do not count my soul great. എന്റെ ഓട്ടം തികയ്ക്കണം. I need to finish my race. എന്നെ ഏൽപ്പിച്ച ദൈവകൃപയുടെ വിശ്വസ്തത പാലിക്കണം. I need to be obedient to the call of God in my life. സഹോദരങ്ങളെ, അതാണ് നമുക്ക് വേണ്ടുന്നത്. This morning, that's the kind of attitude we ആമേൻ. need. ലോകത്തിലുള്ളതല്ല, Not the things of the world. നമ്മുടെ പ്രാണനെ വിലയേറിയതായി കാണാതെ Not to see our own life as something worth it, ദൈവത്തിന്റെ വിളിയെ വിലയേറിയതായി കാണുവാൻ but to see the calling of God as greatest ഇന്ന് thing. രാവിലെ ദൈവം നമുക്കൊരു ഉറച്ച മനസ്സ് തരട്ടെ. Let God give us a single-mindedness for that. രണ്ടാമതൊരു വ്യക്തിയെ കൂടെ ഞാൻ കാണിക്കട്ടെ. Number two, let me show you a second individual. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ When we come to the Gospel of Luke chapter 9, ആമേൻ, അതിന്റെ 9-ന്റെ 51-ാം വാക്യത്തില് when we come to verse 51, ഇങ്ങനെ വായിക്കുന്നു, ആരോഹണത്തിന്റെ കാലമായപ്പോൾ yes, amen. യെരൂശലേമിലേക്ക് യാത്രയാകുവാൻ മനസ്സ് ഉറപ്പിച്ച് യേശു പോയി. It says there, now when it came to pass, when the time had come for him to be received up, that he steadfastly set his face to go to യേശു Jerusalem. കർത്താവിന് അവിടെ രണ്ട് മനസ്സില്ല. Where Jesus does not have a double mind. യെരൂശലേമിൽ ക്രൂശാണ് ഇരിക്കുന്നത്. He knows the cross is waiting for him in Jerusalem. യെരൂശലേമിൽ അവനെ നന്നായി മർദ്ദിക്കുമെന്നറിയാം. He knows that they're going to torture him in Jerusalem. ക്രൂശീകരണത്തിന്റെ മുഴുവൻ കാഴ്ചപ്പാട് യേശു കണ്ടതാണ്. Jesus knew the full extent of what was waiting for him in Jerusalem. ആമേൻ. ആ കാഴ്ചകളെല്ലാം മനസ്സിലിരിക്കുമ്പോൾ But while all that is in his mind at one side, യെരൂശലേമിലേക്ക് പോകുവാൻ പൂർണ്ണ he നിശ്ചയമുള്ളവരായി was പോയി. single-mindedly focused on going to Jerusalem. എന്തിനാണെന്നറിയാമോ? Why did he do that? ആമേൻ. യെരൂശലേമിൽ യേശു ചെന്നെത്തിയില്ല എങ്കിൽ ഞാനും നിങ്ങളും ആമേൻ. ഇവിടെ ഇരിക്കുകയില്ല. If Jesus did not go to Jerusalem and die on that cross, you and I would not be sitting here today. അപ്പോസ്തലനായ പൗലോസ് യെരൂശലേമിലേക്ക് പോകുന്നത് Why is Paul going to Jerusalem? ദൈവത്തിന്റെ പദ്ധതി പ്രകാരം To complete the assignment of God. ഒരു മനസ്സോടെ നിങ്ങൾ നിന്നാൽ If you stay in one mind, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നേടും, നിങ്ങളുടെ സമൂഹത്തെ നേടും, ആമേൻ. നിങ്ങളുടെ ആമേൻ വീട്ടുകാരെ നേടും. you will gain your children, you will gain your community, you will gain your family members for the Lord. എന്നാൽ നിങ്ങൾ ആടി But ഉലയുന്നവരാണെങ്കിൽ if you are double-minded, ആമേൻ, നിങ്ങളെ നോക്കുന്നവര് നിങ്ങളുടെ ദൈവത്തെ വിശ്വസിക്കുകയില്ല. the ones who are looking upon you will reject you and your അതുകൊണ്ട് ഇന്ന് God. രാവിലെ നമുക്ക് നമ്മുടെ കർത്താവിനെ ഒന്ന് നോക്കാം. This morning, let's turn our eyes to Jesus. എബ്രായ ലേഖനം 12 പറയുന്നു, യേശുവിനെ തന്നെ നോക്ക്. Oh, Hebrews 12 says, look unto Jesus, അപമാനം അലക്ഷ്യമാക്കി who did not consider the ക്രൂശിനെ reproach of the സഹിച്ചു. cross, endured the cross. എന്തിനാണെന്നറിയാമോ? Why did he do that? ആമേൻ. ലേഖനത്തിൽ പറയുന്നു, അനേകം പുത്രന്മാർ തേജസ്സിലേക്ക് നടക്കുന്ന The സന്തോഷമുണ്ട്. apostle said to lead many sons into glory. സഹോദരങ്ങളെ, നമ്മളുടെ സന്തോഷം അതായിരിക്കണം. This morning, let that be our joy. കഷ്ടതയുടെ മധ്യത്തില്, In the midst of trial, പ്രയാസങ്ങളുടെ മധ്യത്തില്, in the midst of struggle, ആഞ്ഞടിക്കുന്ന കാറ്റിന്റെ in the midst മധ്യത്തില്, of the wind, ആമേൻ, നമ്മൾ 2-3 കാര്യങ്ങൾ ചെയ്യണം. we need to do a couple things. ആത്മാവിന്റെ തീയായി നിൽക്കണം. Number one, stand on fire by the Spirit. ഇരുമനസ്സിന്റെ വ്യാപാര ശക്തികളെ മാറ്റണം. Rebuke the spirit of double-mindedness in your life. ആമേൻ. തീരുമാനത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കണം. And make a strong resolve in the presence of God. ഈ യേശുവിനെ തന്നെ I സ്നേഹിക്കണം. will love this Jesus. യേശുവിനെ അല്ലാതെ ലോകത്ത് ആരെയും I will സ്നേഹിക്കത്തില്ലെന്നൊരു not love anything തീരുമാനമെടുക്കണം. of the world other than this Jesus. ദൈവം എനിക്ക് ആയുസ് തന്നാൽ, If God gives me life, ദൈവം എനിക്ക് അടുത്ത ഒരു ദിവസം if തന്നാൽ, God gives me another day,
ഇന്ന് വരെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഡബിൾ മൈൻഡിന്റെ ക്യാരക്ടർ Yes. എന്റെ ജീവിതത്തിൽ ഇനി ഞാൻ അതിൽ പോകത്തില്ലെന്നൊരു തീരുമാനമെടുക്കുക. I will not go forward with my double-minded character any longer. അതിനൊരു തീരുമാനമെടുത്തിട്ട് നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ഈ മേശയിൽ പങ്കെടുക്കാം. This morning, let's make a decision about that before we partake of the Lord's table.